സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം. അഭി ഉറങ്ങുന്നതുവരെ മാധുരി മോളുടെ അടുത്ത് കിടന്നു. പിന്നെ ബ്ലാങ്കറ്റ് എടുത്ത് കുഞ്ഞിൻ്റെ കഴുത്ത് വരെ പുതപ്പിച്ചു. AC-യുടെ തണുപ്പ് കുറച്ചു വെച്ചു. ശ്രീകുമാറിൻ്റെ ഓഫീസ് മുറിയിലേക്ക് അവൾ ചെന്നപ്പോൾ അയാൾ കമ്പ്യൂട്ടറിൽ എന്തോ തിരയുകയായിരുന്നു. അവൾ കസേരയുടെ പിന്നിൽ ചെന്ന് നിന്ന് കൈകൾ രണ്ടും അയാളുടെ തോളത്ത് വെച്ചു. എന്താ മാധുരി? കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ അയാൾ ചോദിച്ചു. നാളെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാമോ? അവൾ ചോദിച്ചു. എവിടെ? ഇവിടെ. ശ്രീകുമാരൻ ആശ്ചര്യത്തോടെ മുഖമുയർത്തി അവളെ നോക്കി. നാളെ ആരുടെയും ബർത്ത് അല്ലല്ലോ? അല്ല, പിന്നെന്താ? പണ്ട് കെൽട്രോണിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിൽസൺ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ എന്തോ ആവശ്യത്തിന് നാളെ ഇവിടെ വരുന്നുണ്ട്. ശ്രീയേട്ടനെ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഫാമിലി ആയിട്ടാണോ? അല്ല, വിൽസൺ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താ? പ്രേമനൈരാശ്യം. ഒരു പെണ്ണുമായി വലിയ ഇഷ്ടത്തിലായിരുന്നു. അവളെ വേറൊരാൾ കെട്ടിക്കൊണ്ടുപോയി. ഇനി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നടക്കുവാണ്. ഞങ്ങളൊക്കെ പറയുമായിരുന്നു മണ്ടത്തരമാണെന്ന്. അങ്ങനെയല്ല മാധുരി, അത് റിയൽ ലവ് ആണ്. ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ആണിനെ നമ്മൾ ആത്മാവിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരാളെ പിടിച്ചിരുത്താൻ പറ്റില്ല, ശ്രീകുമാരൻ പറഞ്ഞു. മാധുരിയുടെ മുഖം ഒന്ന് വിളറി. ഭാഗ്യത്തിന് അയാൾ അത് കണ്ടില്ല. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് മണ്ടത്തരമാണ് ശ്രീയേട്ടാ, അവൾ വാദിച്ചു. ആ മണ്ടത്തരത്തിനും ഒരു സുഖമുണ്ടാവും. ഞാൻ തർക്കിക്കുന്നില്ല. ശ്രീയേട്ടൻ നാളെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാമെങ്കിൽ വിൽസണെ ഞാൻ ലഞ്ചിന് വിളിക്കാം. എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു വിൽസൺ. നാളെ എനിക്ക് 2 അപ്പിയറൻസ് ഉണ്ട്. ഉച്ചയ്ക്ക് ഫ്രീ ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വിൽസണെ ക്ഷണിക്ക്. എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ വരാം. അയാൾ ഏറ്റു. വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്. വിൽസൺ അത് പ്രയാസമാകും. വിൽസൺ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ സംസാരിക്കാം. അതേക്കുറിച്ചോർത്ത് താൻ വേവലാതിപ്പെടേണ്ട. ശ്രീയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വിൽസനെ ഒന്ന് ഉപദേശിക്കാമായിരുന്നു. കാര്യകാരണ സഹിതം നിർബന്ധിച്ചാൽ വിൽസൺ വഴങ്ങിയേനെ, അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞാലും അയാൾ അനുസരിക്കണമെന്നില്ല. ശ്രീയേട്ടൻ ഒരു വക്കീലല്ലേ? യുക്തിപൂർവം കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ട് ശ്രീയേട്ടന്. എന്തായാലും വിൽസൺ വരാൻ പറ. നേരിട്ടല്ലെങ്കിലും ഞാൻ അയാളോട് സംസാരിച്ച് കല്യാണം കഴിച്ചാലുണ്ടാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താം. എന്താ? ചിരിച്ചുകൊണ്ട് ശ്രീകുമാരൻ പറഞ്ഞു. ശരി, വരാൻ പറയാം, അവൾ സമ്മതിച്ചു. നാളെ തനിക്ക് അഭിയുടെ സ്കൂളിൽ പോകണ്ടേ? പോണം. 12 മണിക്ക് മുമ്പ് ഫ്രീ ആകും. പക്ഷേ ഭക്ഷണമുണ്ടാക്കണമെങ്കിൽ സുഷമ വരുമല്ലോ. നാളെ ഉച്ചയായിട്ട് പോയാൽ മതിയെന്ന് പറയാം. സഹായത്തിന് വരുന്ന സ്ത്രീയാണ് സുഷമ. രാവിലെ 8 മണിക്ക് വരും. 9:30 മാധുരി ഓഫീസിലേക്ക് പോകുന്ന സമയം വരെ വീട്ടുജോലികൾ ചെയ്യും. സുഷമയോട് ഞാൻ പറയാം. എന്നാൽ താൻ പോയി കിടന്നു. ഞാൻ ഇന്നും ഇത്തിരി ലേറ്റ് ആകും, അയാൾ പറഞ്ഞു. മാധുരി ബെഡ്റൂമിലേക്ക് പോയി. നിർബന്ധിച്ചാലും സുഷമ 9:30 ശേഷം നിൽക്കുകയില്ല. 10 മണിക്ക് വേറെ ഏതോ ഫ്ലാറ്റിൽ അവൾക്ക് ജോലിക്ക് പോകണം. ലഞ്ച് കഴിക്കാൻ വേണ്ടിയല്ലല്ലോ വിൽസൺ വരുന്നത്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. പുളിശ്ശേരിയും അവിയലും മെഴുകുപുരട്ടിയും ഒക്കെ വിൽസൺ ഇഷ്ടമാണ്. ഫ്രിഡ്ജിൽ നെയ്മീൻ കഷ്ണങ്ങളുണ്ട്. സുഷമ പോകും മുമ്പ് എല്ലാം ഉണ്ടാക്കി വെക്കാൻ പറ്റും. ശ്രീകുമാരൻ ഉറങ്ങാൻ വന്നപ്പോൾ മാധുരി ഗാഢനിദ്രയിലായിരുന്നു. അവളെ ഉണർത്താതെ കവിളിൽ ഒരു ഉമ്മ വെച്ചിട്ട് അയാൾ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ 7 മണിക്ക് സുഷമ വന്നു. 8 മണിക്കുള്ള സ്കൂൾ ബസ്സിൽ അഭിമോളെ കയറ്റി വിട്ടു. 3:30 അവൾ ഇനി വരൂ. അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴത്തെ നിലയിലുള്ള നഴ്സറിയിൽ മറ്റു കുട്ടികളോടൊപ്പം മാധുരി വരുന്നതുവരെ അവൾ ഇരിക്കും. 9 മണിക്ക് ശ്രീകുമാരൻ ഓഫീസിലേക്ക് പോയി. കുക്കിംഗ് എല്ലാം തീർത്ത് 9:30 സുഷമയും പോയി. ഒന്ന് മേൽ കഴുകി ഡ്രസ് ചെയ്ത് ഫ്ലാറ്റ് പൂട്ടി കാറെടുത്ത് 10 മണിയായപ്പോഴേക്കും അഭിയുടെ സ്കൂളിൽ മാധുരി ചെന്നു. ക്ലാസ് ടീച്ചറെ കണ്ടപ്പോൾ അഭിയെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ കിട്ടിയുള്ളൂ. മോളെ കൊണ്ട് ഒരു പ്രോബ്ലവുമില്ല, മിടുക്കിയാണ്, എല്ലാ സബ്ജക്റ്റിലും ക്ലാസ് ടോപ്പാണ്. താങ്ക് യു മിസ്. 12-ന് മുമ്പ് മാധുരി ടൗൺ സ്റ്റേഷനിലെത്തി. ശബരി എക്സ്പ്രസ് 20 മിനിറ്റ് ലേറ്റായിരുന്നു. ഒടുവിൽ വണ്ടി വന്നു. സൂട്ട് കേസുമായി വിൽസൺ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അയാളെ കാത്ത് മാധുരി നിൽക്കുന്നുണ്ടായിരുന്നു. വിൽസ്, നീ വന്നല്ലോ, അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. നീ പറഞ്ഞാൽ ഞാൻ വരാതിരിക്കുമോ? അവൾ നീട്ടിയ കയ്യിൽ അയാൾ പിടിച്ചു. മൃദുവായ കൈവിരലുകളിൽ പിടിച്ചപ്പോൾ അയാളുടെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രവാഹം പാഞ്ഞുപോയി. ഫ്ലാറ്റിൽ ആരുണ്ടിപ്പോൾ? കാറിനടുത്തേക്ക് നടക്കുമ്പോൾ വിൽസൺ ചോദിച്ചു. ആരുമില്ല, നമ്മൾ 2 പേരും മാത്രം. എന്താ, അതുപോരെ?
അവൾ ചോദിച്ചു. അയാൾ പെട്ടെന്ന് മാധുരിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ പുഞ്ചിരിയുടെ അർത്ഥം അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഫ്ലൈ ഓവറിന് ചുവട്ടിലൂടെ വലത്തേക്ക് തിരിഞ്ഞ് കാർ ബാനർജി റോഡിലേക്ക് പ്രവേശിച്ചു. മറൈൻ ഡ്രൈവിലല്ലേ നീ താമസിക്കുന്നേ? വിൽസൺ ചോദിച്ചു. അതെ, കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മാധുരി പറഞ്ഞു. ആ ഭാഗത്ത് ഫ്ലാറ്റ് കിട്ടാൻ വലിയ പാടാണെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ശ്രീകുമാരൻ നായർക്ക് അത്രയൊന്നും പാടുപെടേണ്ടി വന്നില്ല. അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്ക് അഭിമാനമുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞത് നിനക്ക് ഇൻസൾട്ടായോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. എന്തിന്? നിന്നേക്കാൾ കേമനാണ് എൻ്റെ ഭർത്താവ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വക്കീലല്ലേ, ചില കണക്ഷൻസ് സഹായിച്ചു, അത്രയേയുള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മധു. ചിലപ്പോൾ എനിക്ക് തോന്നിയതാകാം. അതുപോട്ടെ, ആണുങ്ങൾ ചിന്തിക്കുന്നത് പോലൊന്നുമല്ല പെണ്ണുങ്ങളുടെ മനസ്സ്, വിൽസൺ പറഞ്ഞു. അതിപ്പോഴാണോ മനസ്സിലായത്? അയാൾ ചിരിച്ചു. മോളുടെ സ്കൂളിൽ പോയിട്ട് എന്തായി? നോ കംപ്ലൈൻറ്റ്സ്. ടീച്ചേഴ്സിനൊക്കെ അവളെ വലിയ ഇഷ്ടമാണ്. നിന്റെ മോളല്ലേ, ആർക്കാണ് ഇഷ്ടം തോന്നാതിരിക്കുക? പോടാ. അവൾ ഇടതു കൈയെടുത്ത് അയാളുടെ കാലിൽ കളിയായി അടിച്ചു. മറൈൻ ഡ്രൈവിലെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിയുന്ന റോഡിൽ ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2-3 മിനിറ്റ് അവർക്ക് കാത്തു കിടക്കേണ്ടി വന്നു. പിന്നെ കാർ ചെന്നപ്പോൾ നീല യൂണിഫോം ധരിച്ച സെക്യൂരിറ്റി ഗാർഡ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റ് തുറന്നു കൊടുത്തു. അയാൾ എന്നെ കണ്ടു കാണും. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ ചെന്ന് നിന്നപ്പോൾ വിൽസൺ പറഞ്ഞു. കാണും, അവൾ പറഞ്ഞു. എന്നെയും കൊണ്ട് ഈ നേരത്ത് നീ ഫ്ലാറ്റിൽ വന്നത് കാണുമ്പോൾ അയാൾ സംശയിക്കില്ലേ? ശ്രീയേട്ടന് സംശയമില്ലെങ്കിൽ പിന്നെ അയാൾ സംശയിച്ചാലെന്താ? നിസ്സാരമട്ടിൽ പുഞ്ചിരിയോടെ മാധുരി ചോദിച്ചു. രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി. പക്ഷേ ഞാൻ വന്ന കാര്യം നിന്റെ ശ്രീയേട്ടന് അറിയില്ലല്ലോ. നീ വരുന്ന കാര്യം ഞാൻ ശ്രീയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ലഞ്ചിന് ശ്രീയേട്ടനും ഉണ്ടാകും. വിശ്വാസം വരാതെ വിൽസൺ അവളെ നോക്കി. ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ രഹസ്യമാക്കി വെക്കാൻ പാടില്ല. നീ വാ. അവൾ അയാളെയും കൊണ്ട് ലിഫ്റ്റിന് നേരെ നടന്നു. അവിടെയും ഉണ്ടായിരുന്നു സെക്യൂരിറ്റി സ്റ്റാഫ്. വക്കീലിനോട് ഞാൻ വരുന്ന കാര്യം പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ നിന്നേക്കാൾ കൂടുതൽ ടെൻഷൻ എനിക്കായിരുന്നേനെ, വിൽസൺ പറഞ്ഞു. അതെന്തിനാ? താങ്കളുടെ ഭാര്യയോടൊപ്പം സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉച്ചനേരത്തെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് കണ്ടു എന്ന് വക്കീൽ വരുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാലോ? അവർ പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അറിയാൻ മാർഗമുണ്ട്. ക്ലോസ് സർക്യൂട്ട് ക്യാമറ? യെസ്, ചിരിയോടെ അവർ പറഞ്ഞു. മുകളിലേക്ക് പോകാൻ ലിഫ്റ്റിൽ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി അവർ നിന്നു. ലിഫ്റ്റിൽ ക്യാമറയുണ്ടോ? അയാൾ ചോദിച്ചു. ഉണ്ട്. അവൾ വീണ്ടും ചിരിച്ചു. മുകളിലെത്തി അവർ ലിഫ്റ്റിൽ നിന്ന് വെളിയിലിറങ്ങി. ഇടതുവശത്തായിരുന്നു അവളുടെ ഫ്ലാറ്റ്. ഹാൻഡ് ബാഗിൽ നിന്ന് താക്കോലെടുത്ത് അവൾ വാതിൽ തുറന്നു. എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം, അവൾ പറഞ്ഞു. വിൽസൺ പുഞ്ചിരിച്ചു. അയാൾ അകത്തേക്ക് കയറിയപ്പോൾ അവൾ വാതിലടച്ച് ബോൾട്ടും സേഫ്റ്റി ചെയിനും ഇട്ടു. ഇരിക്കു വിൽസ്, നിനക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? അവൾ ചോദിച്ചു. ഒന്നും വേണ്ട, അയാൾ പറഞ്ഞു. ദാഹിക്കുന്നില്ലേ? ഉണ്ട്. എന്നാൽ തണുത്തതെന്തെങ്കിലും എടുക്കാം. വെള്ളം കുടിച്ചാൽ തീരുന്ന ദാഹമല്ല. മാധുരി അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തോ റൊമാൻറ്റിക് ആവുകയാണോ? ചിരിയോടെ അവൾ ചോദിച്ചു. അതെ, നിന്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്താണ് ഞാൻ? ഇരിക്കു വിൽസ്, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ ഞാൻ. അയാളുടെ മറുപടിക്ക് കാക്കാതെ അവൾ കിച്ചണിലേക്ക് പോയി. അതിമനോഹരമായി ഫർണിഷ് ചെയ്ത ഡ്രോയിങ് കം ഡൈനിങ് ഹാളായിരുന്നു അത്. വലിയ സോഫകൾ, സെറ്റുകൾ, ഫ്ലവർ വേസുകൾ, ഭിത്തിയിൽ പെയിൻറ്റിങ്ങുകൾ. TV സ്റ്റാൻഡിലുണ്ടായിരുന്ന സ്റ്റീൽ ഫ്രെയിം ഇട്ട ഫോട്ടോ എടുത്ത് അയാൾ നോക്കി. ശ്രീകുമാരൻ നായരും മാധുരിയും അഭിമോളും. അയാൾ വിചാരിച്ചതിലേറെ സുന്ദരനായിരുന്നു ശ്രീകുമാരൻ നായർ. ഒരുപക്ഷെ ഈ ഫോട്ടോയിൽ വക്കീലിൻ്റെ സ്ഥാനത്ത്? വിൽസൺ മെല്ലെ കിച്ചണിലേക്ക് ചെന്നു. മാധുരി ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു. ജ്യൂസറിൽ നിന്ന് ഓറഞ്ച് നിറമുള്ള പഴച്ചാറ് നീണ്ട ഗ്ലാസ്സിൽ നിറയുന്നു. മിക്സഡാണ്, പൈനാപ്പിൾ ആൻഡ് ഓറഞ്ച്. നീ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഡിഫറൻസ് മനസ്സിലാകും. പഴച്ചാറ് നിറച്ച ഗ്ലാസ് അവൾ അയാളുടെ നേർക്ക് നീട്ടി. അയാൾ അത് വാങ്ങി. യു ആർ ഡിഫറൻറ്റ്. പിന്നെ ഇതും അങ്ങനെയല്ലേ ആവൂ? മാധുരി ഒരു നിമിഷം നിശബ്ദയായി നിന്നു. കൊള്ളാം, വേറൊരു ടേസ്റ്റ്. പഴച്ചാറ് അല്പം രുചിച്ചു നോക്കിയിട്ട് വിൽസൺ പറഞ്ഞു. വാ, ശ്രീയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. അയാളെയും കൊണ്ട് അവൾ വീണ്ടും ഹാളിലേക്ക് വന്നു. മൊബൈലെടുത്ത് അവൾ ശ്രീകുമാരൻ നായരെ വിളിക്കാൻ തുടങ്ങിയെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടായതുപോലെ ഒരു മെസ്സേജ് മാത്രം അയച്ചു. വിൽസൺ വന്നിട്ടുണ്ട്, വരാമോ ഇങ്ങോട്ട്? വക്കീൽ വരുമോ?
സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് അവൾ ചോദിച്ചു. മെസ്സേജ് കാണുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും. ഇപ്പോൾ കോർട്ടിലായിരിക്കും. മാധുരി വന്ന് വിൽസൻ്റെ അടുത്തിരുന്നു. ഹണിയും കൂട്ടുകാരിയും വീട്ടിലുണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ട്. വീണയില്ലായിരുന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഹണിയെ ഒന്ന് കാണണമെന്നുണ്ട്, അവൾ പറഞ്ഞു. എന്തിനാണ്? അവൾ നിനക്ക് മാച്ചാണോ എന്നറിയാൻ. ജ്യൂസ് മുഴുവൻ വിൽസൺ കുടിച്ചു തീർത്തു. മാധുരി ഒഴിഞ്ഞ ഗ്ലാസ് വാങ്ങി വെച്ചു. എന്നെക്കൊണ്ട് കെട്ടിച്ചേ നീ അടങ്ങൂ അല്ലേ? അയാൾ ചോദിച്ചു. അതെ, എങ്കിലേ എനിക്ക് സന്തോഷമാകൂ. വിൽസൺ അവളുടെ കൈയെടുത്ത വിരലുകളിൽ തലോടി. ഹണി നല്ല പെണ്ണാണ്, എനിക്ക് അവളെ ഇഷ്ടവുമാണ്. പക്ഷെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇഷ്ടമല്ല. കാരണം അവൾ ചെറിയ കുട്ടിയാണ്. അവൾക്ക് ആവശ്യത്തിന് ശാരീരിക വളർച്ചയില്ലേ? അതൊക്കെയുണ്ട്. ഷീ ഹാസ് എ പെർഫെക്റ്റ് ബോഡി. അപ്പോൾ പിന്നെ വേറെ തടസ്സങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അവളുടെ ചാച്ചനും അമ്മച്ചിയും ഓസ്ട്രേലിയയിൽ നിന്ന് 1 കൊല്ലം കഴിഞ്ഞേ വരൂ. ഈപ്പച്ചായൻ്റെ നമ്പർ നീ എനിക്ക് താ, ഞാൻ വിളിച്ച് വരുത്താം പുള്ളിയെ. തൽക്കാലം അതൊന്നും വേണ്ടടി. അയാൾ മാധുരിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല മധു. 2 പുരുഷന്മാരെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ലേ? അതുപോലെ നിനക്കും പറ്റും 2 സ്ത്രീകളെ. അപ്പോഴാണ് ടെലിഫോൺ ബെല്ലടിച്ചത്. മാധുരി ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ഇത് ഞാനാടോ. ശ്രീകുമാരനാണ് വിളിച്ചത്. ശ്രീയേട്ടൻ വരുമോ? അവൾ ചോദിച്ചു. ഫ്രീ ആയാൽ ഉടൻ വരാം. പക്ഷേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കഴിക്കൂ, അയാൾ പറഞ്ഞു. അത് സാരമില്ല, ശ്രീയേട്ടൻ വന്നിട്ട് കഴിക്കാം, അവൾ പറഞ്ഞു. ഗസ്റ്റിനെ വിശന്നിരുത്തുന്നത് മര്യാദയല്ല മാധുരി, ഞാൻ വന്നേക്കാം. അയാൾ കോൾ കട്ട് ചെയ്തു. ശ്രീയേട്ടൻ ലേറ്റാകും, അവൾ പറഞ്ഞു. അത് സാരമില്ല, അരമണിക്കൂർ അല്ലെങ്കിൽ 1 അതിനുള്ളിൽ വരില്ലേ? വിൽസൺ ചോദിച്ചു. ഉവ്, രാവിലെ തോമസ് മാത്യു സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മറൈൻ ഡ്രൈവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ഉണ്ടാവുമെന്ന്. 3:30 അദ്ദേഹം എന്നെ വന്ന് പിക്കപ്പ് ചെയ്യും. അതുവരെ സമയമുണ്ട്, വിൽസൺ പറഞ്ഞു. ആലുവയിലല്ലേ പുള്ളിയുടെ വീട്? അവൾ ചോദിച്ചു. അതെ, ഇന്ന് എന്തോ ആവശ്യത്തിന് പാലാരിവട്ടത്ത് വരുന്നുണ്ടെന്ന്. നീ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണെന്നറിയില്ല, പുള്ളിയാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാമോദീസ കഴിഞ്ഞാലുടൻ നീ തിരിച്ചു പോകുമോ? പിന്നില്ലേ, അവിടെ 2 പെമ്പിളേരെ മാത്രമാക്കിയിട്ടല്ലേ ഞാൻ പോന്നത്. മാധുരി ഒന്ന് പുഞ്ചിരിച്ചു. ഹണിയാണോ വീണയാണോ കൂടുതൽ സുന്ദരി? അവൾ ചോദിച്ചു. 2 പേരും സുന്ദരികളാണ്. അപ്പോൾ 2 പേരെയും നിനക്ക് ബോധിച്ചു, അവൾ കളിയാക്കി. പക്ഷേ ഹണി ഒരു 18കാരിയാണ്, വീണ കുറച്ചുകൂടെ സ്മാർട്ടാണ്. എങ്കിൽ നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? മാധുരി പറഞ്ഞത് അയാൾക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ സ്മാർട്ടായ ഒരു പെണ്ണിനെയാണ് നിനക്ക് വേണ്ടത്. ഹണിയെ നിനക്കിഷ്ടമാണെങ്കിൽ ആ ലൈനിൽ ഒന്ന് ആലോചിച്ചാലോ? വേണ്ട മധു, അവൾ ഒരു ഹിന്ദുക്കുട്ടിയല്ലേ. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ ചാടിയവനാ ഞാൻ. ഒന്നുകൂടി വയ്യ. അന്ന് ഞാൻ എൻ്റെ പപ്പയെ അനുസരിച്ചു. ഇനി എന്തായാലും അനുസരണക്കേട് കാണിക്കുന്നില്ല. ഞായറാഴ്ച കുർബാന കൂടാൻ എൻ്റെ കൂടെ പള്ളിയിൽ വരുന്ന ഒരു പെണ്ണു മതി എനിക്ക്, അയാൾ പറഞ്ഞു. ഓക്കെ വിൽസ്, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. പതിഞ്ഞ സ്വഭാവക്കാരിയായ ഹണിയെ തന്നെയാണ് നിനക്ക് നല്ലത്. ഇനി ഈപ്പച്ചായും വരുമ്പോൾ ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ച് നോക്കണം. പ്രായവ്യത്യാസം കാരണം പുള്ളി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നീയൊന്ന് മനസ്സ് വെച്ചാൽ മതി. വിൽസൺ അങ്കിളിനെ മാത്രം മതി എനിക്ക്, അവൾ ഓസ്ട്രേലിയയിലേക്ക് വിളിച്ചു പറയും. മധു, നമുക്ക് കഴിക്കാം, എനിക്ക് നല്ലപോലെ വിശക്കുന്നു, വിൽസൺ ചിരിയോടെ പറഞ്ഞു. 2 പേരും ഭക്ഷണം കഴിക്കാൻ അഭിമുഖമായിരുന്നു. ക്യാബേജ് തോരനും പപ്പടം കാച്ചിയതും നാരങ്ങ അച്ചാറുമായിരുന്നു ചോറിന് വിഭവങ്ങൾ. പിന്നെ തലേന്ന് വീണ ഉണ്ടാക്കിയ തക്കാളി രസവും. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഊണ് കഴിക്കുമ്പോൾ ഹണി ചോദിച്ചു. എന്തിനാടി? വീണ തല ഉയർത്തി നോക്കി. നമുക്ക് കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വരാം. എവിടുന്ന്? ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്, കണ്ണിമേറ. ഇവിടെ വന്നതിന് ശേഷം മീൻ കറി കൂട്ടി ചോറുണ്ടിട്ടില്ല, ഹണി പറഞ്ഞു. അത് സത്യവുമായിരുന്നു. ചോറും ചപ്പാത്തിയും പച്ചക്കറിയും മാത്രമായിരുന്നു ഭക്ഷണം. എനിക്ക് മീൻ കറി ഉണ്ടാക്കാൻ അറിയത്തില്ലടി, വീണ പറഞ്ഞു. ഇന്ന് ഞാനത് നിന്നെ പഠിപ്പിച്ചു തരാം. നാളെ ചിക്കൻ കറിയും ഫ്രൈയും ബിരിയാണിയും ഉണ്ടാക്കണം. വിൽസൺ അങ്കിൾ വരുമ്പോൾ ഞെട്ടണം. അതൊരു നല്ല ഐഡിയ ആണെന്ന് വീണയ്ക്ക് തോന്നി. നീ അതൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം. വല്ലവൻ്റെയും കൂടെ പൊറുക്കാൻ ചെല്ലുമ്പം ഇറച്ചിയും മീനും ഒന്നും വെക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ വെക്കുന്നവളുമാരെ അന്വേഷിച്ച് അവൻ പോകും. ഹണിയുടെ സംസാരം കേട്ടപ്പോൾ വീണയ്ക്ക് ചിരി വന്നു. പക്ഷേ 2 ദിവസം കൊണ്ട് ഇതൊക്കെ എന്നെ പഠിപ്പിക്കാൻ കഴിയുമോ നിനക്ക്? നമുക്ക് നോക്കാം. ഊണ് കഴിഞ്ഞ് 2 പേരും പ്ലേറ്റുകൾ കഴുകി വെച്ചു. മാർക്കറ്റ് എവിടാണെന്ന് നിനക്കറിയാമോ? വീണ ചോദിച്ചു.
ഒരു ഓട്ടോ പിടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ കൊണ്ടുചെന്ന് വിടും. എനിക്ക് ATMിലും പോകണം. ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ അവിടെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും നിനക്ക്. ഞാൻ ആവശ്യത്തിന് പണം തരാം. വീണ ഒന്നും മിണ്ടിയില്ല. ഹോസ്റ്റലിലേക്ക് മാറിയാലും പോരല്ലോ, എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണ്ടേ? ടെക്നോ പാർക്കിനും ഇൻഫോ പാർക്കിനും ഒക്കെ വെബ്സൈറ്റ് ഉണ്ട്. കുറേ കമ്പനികളിലേക്ക് നമുക്ക് CV അയച്ചു കൊടുക്കാം. ആരെങ്കിലും ഇൻ്റർവ്യൂവിന് വിളിക്കാതിരിക്കില്ല, ഹണി പറഞ്ഞു. അതിനിപ്പോൾ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേയിൽ പോകണ്ടേ? അങ്കിളിന് ലാപ്ടോപ്പ് ഉണ്ടോ? ഉണ്ട്, വീണ പറഞ്ഞു. എങ്കിൽ ഇവിടെ വെച്ച് തന്നെ നെറ്റ് എടുത്ത് സംഗതി ശരിയാക്കാം. യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അറിയാതെ? അത് നമുക്ക് അങ്കിളിനോട് വിളിച്ച് ചോദിക്കാം, ഹണി പറഞ്ഞു. വേണ്ടടി, അങ്കിൾ നാളെ വരുമല്ലോ, എന്നിട്ട് മതി. ഇന്ന് ചെയ്താലെന്താ? ലാപ്ടോപ്പ് അങ്കിളിൻ്റെ റൂമിലാണ്. പൂട്ടിയിട്ടിരിക്കുകയാണോ? ഹണി ചോദിച്ചു. ലോക്ക് ചെയ്യാറില്ല. എങ്കിൽ നമുക്ക് ചെന്ന് എടുക്കാം. അയ്യോ വേണ്ട, അങ്കിളില്ലാത്ത നേരത്ത് നമ്മൾ റൂമിൽ കയറാൻ പാടില്ല, വീണ തടഞ്ഞു. അതിന് നമ്മൾ ഒന്നും അടിച്ചു മാറ്റാനല്ലല്ലോ പോകുന്നത്. നീ വാ. ലാപ്പ് അങ്കിൾ കൊണ്ടുപോയോ എന്ന് അറിയത്തില്ലല്ലോ. വീണയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ഹണി എഴുന്നേറ്റ് ചെന്ന് വിൽസന്റെ മുറിയുടെ വാതിൽ തുറന്നു. വീണ പിന്നാലെ ചെന്നു. മുറിയിലേക്ക് കയറിയ ഹണി മൂക്കൊന്ന് വിടർത്തി പെട്ടെന്ന് നിന്നു. എന്തൊരു മണം! അവൾ ഒരു ലഹരിയിലെന്ന പോലെ പറഞ്ഞു. എന്താടി? വീണ ചോദിച്ചു. റിയൽ മസ്കുലിൻ ഫ്രാഗ്രൻസ്, ശരിക്കും പുരുഷഗന്ധം അല്ലേടി? വീണ മിണ്ടിയില്ല. ഹെയർ ക്രീമിൻ്റെയും ആഫ്റ്റർ ഷേവിൻ്റെയും സ്പ്രേയുടെയും കൂടിക്കലർന്ന ആ ഗന്ധം മുമ്പൊരിക്കൽ ഇവിടെ വന്നപ്പോൾ അനുഭവിച്ചതാണല്ലോ. ഹണിയുടെ കണ്ണുകൾ കൗതുകത്തോടെ മുറി മുഴുവൻ അലഞ്ഞു. തൂക്കിയിട്ടിരുന്ന ഷർട്ടും പാൻസും ടീഷർട്ടും, പിന്നെ ബെഡും പുസ്തകങ്ങളും സിഗരറ്റ് പാക്കറ്റും. പക്ഷെ മുറിയിലെങ്ങും വിൽസന്റെ ലാപ്ടോപ്പ് കണ്ടുപിടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ മുമ്പോട്ട് ചെന്ന് ഭിത്തി അലമാരയുടെ ഒരു പാളി മെല്ലെ തുറന്നു നോക്കി. സ്റ്റീവ് ഫ്രെയിമിട്ട ഒരു ഫോട്ടോ അതിനുള്ളിലിരിക്കുന്നത് അവൾ കണ്ടു. ഹണി അതെടുത്ത് നോക്കി. സുന്ദരിയായ ഒരു യുവതിയുടെ പുഞ്ചിരിക്കുന്ന ഫോട്ടോ ആയിരുന്നു അത്. നോക്ക് വീണ. വീണ ചെന്ന് അത് വാങ്ങി നോക്കി. ചിലപ്പോൾ ഇതായിരിക്കും അങ്കിളിൻ്റെ പ്രേമഭാജനം, ഹണി പറഞ്ഞു. അതേ എന്ന അർത്ഥത്തിൽ വീണ മെല്ലെ തലകുലുക്കി. എന്തൊരു ഭംഗി, അവൾ പറഞ്ഞു. ചുമ്മാതല്ല വേറൊരു പെണ്ണിനെയും അങ്കിളിന് ഇഷ്ടപ്പെടാത്തത്, ഹണി പറഞ്ഞു. വീണ ആ ഫോട്ടോ ശ്രദ്ധാപൂർവം തിരികെ വെച്ചു. ഭിത്തി അലമാരയുടെ മറ്റൊരു അറയിൽ ഹണി ലാപ്ടോപ്പ് കണ്ടെത്തി. പുറത്തു പോയിട്ട് വന്ന് നമുക്ക് അങ്കിളിനെ വിളിച്ച് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും വാങ്ങിക്കാം. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ പോകാം, അവൾ പറഞ്ഞു. രണ്ടുപേരും വേഗം ഡ്രസ് ചെയ്തു. വീണയാണ് മുൻവാതിൽ പൂട്ടി താക്കോൽ ഹാൻഡ് ബാഗിൽ വെച്ചത്. ഗേറ്റ് തുറന്ന് വെളിയിലിറങ്ങി അവർ ഓട്ടോയ്ക്ക് വേണ്ടി കാത്തു നിന്നു. ഒഴിഞ്ഞ ഒരു ഓട്ടോ വന്നപ്പോൾ ഹണി കൈകാട്ടി നിർത്തി. ചേട്ടാ, അടുത്തെവിടെയാണ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ATM കൗണ്ടർ ഉള്ളത്? വണ്ടിയിൽ കയറിയിരുന്നിട്ട് അവൾ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു. കോർപ്പറേഷൻ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒരെണ്ണമുണ്ട്, എന്നാൽ അങ്ങോട്ട് പോകാം. സ്റ്റേഡിയത്തിൻ്റെ സമീപത്തുള്ള ATMിൻ്റെ മുമ്പിൽ ചെന്ന് ഓട്ടോ നിന്നു. രണ്ടുപേരും ഇറങ്ങിയിട്ട് ഓട്ടോ വിട്ടു. ഹണി ATMിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത് വരെ വീണ പുറത്ത് കാത്തുനിന്നു. വീണ്ടും അവർ മറ്റൊരു ഓട്ടോയിൽ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി. വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന പലതരം മത്സ്യങ്ങളുണ്ടായിരുന്നു അവിടെ. പലതും കണ്ട് ഹണി വില ചോദിച്ചു. അത്ഭുതത്തോടെ വീണ കൂടെ നിന്നു. ആദ്യമായിട്ടായിരുന്നു അവൾ ഒരു ഫിഷ് മാർക്കറ്റ് കാണുന്നത്. അന്ന് പിടിച്ചെടുത്തതെന്ന് തോന്നിയ ഒരു മുഴുത്ത ചൂരമീൻ ഹണി ഒടുവിൽ വിലപേശി വാങ്ങി. 2 കിലോയിലേറെ തൂക്കമുണ്ടായിരുന്നു അതിന്. മീൻ തൊലിയുരിച്ച് കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറിൽ വാങ്ങിയാണ് അവർ മാർക്കറ്റിൽ നിന്നിറങ്ങിയത്. ചപ്പാത്തിയും ഫിഷ് കറിയുമാണ് ഇന്ന് നമ്മുടെ ഡിന്നർ, ഹണി പറഞ്ഞു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ. മീൻ കറിയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, കൂടെ നിന്ന് കണ്ടു പഠിച്ചോണം. ഫിഷ് മസാലയും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ വാങ്ങിയാണ് അവർ മടങ്ങിയത്. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? അങ്കിൾ ഇതുവരെ വിളിച്ചില്ലല്ലോ. വീട്ടിലെത്തിയപ്പോൾ ഹണി പറഞ്ഞു. യാത്രയിലായിരിക്കും, അങ്ങ് ചെന്നിട്ട് വിളിക്കും, വീണ പറഞ്ഞു. ആണുങ്ങളൊക്കെ ഇങ്ങനെയാ, വീട്ടിൽ നിന്നിറങ്ങിയ പിന്നെ അവർ സകലതും മറക്കും, വീണ ചിരിച്ചു. മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കാനും കറിക്കുള്ള ചേരുവകൾ തയ്യാറാക്കാനും അവൾ ഒപ്പം നിന്ന് ഹണിയെ സഹായിച്ചു. മീൻ കറി അടുപ്പത്ത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണയുടെ മൊബൈലിൽ നിത്യയുടെ വിളി വന്നത്. ആരാടി? ഹണി ചോദിച്ചു. നിത്യ. സ്പീക്കറിലിട്. ലൗഡ് സ്പീക്കറിലിട്ടാണ് നിത്യയോട് വീണ സംസാരിച്ചത്. ഹലോ നിത്യ. എടി, ഒരു സംഭവമുണ്ടായി, അവൾ പറഞ്ഞു. എന്താണ്? നിന്റെ രവീന്ദ്രൻ ചേട്ടനും വേറൊരു സ്ത്രീയും കൂടെ ഇന്ന് ഹോസ്റ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു, നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ. വീണ ഞെട്ടി. വേറെ സ്ത്രീയോ? അതാരാ? അയാളുടെ അമ്മയാണോ?
ഹണി ചോദിച്ചു. 7th സെമ്മിലെ നമ്മുടെ താരാക്കുറിപ്പാണ് ഇപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞത്. കണ്ടിട്ട് അയാളുടെ ഭാര്യയാണെന്ന് തോന്നിയെന്നാ അവൾ പറഞ്ഞത്, നിത്യ അറിയിച്ചു. ഏയ്, അയാൾ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഇത് വേറെ ഏതാണ്ട് സെറ്റപ്പാ. താര എന്തൊക്കെ പറഞ്ഞു? ഹണി ചോദിച്ചു. വീണയ്ക്ക് വല്ല ലവ് അഫെയറും ഉണ്ടായിരുന്നോ? അവളെ കാണാൻ വിസിറ്റേഴ്സ് വരുമായിരുന്നോ? കോളേജിൽ അവൾ ആരുമായിട്ടായിരുന്നു കമ്പനി എന്നൊക്കെ ആ സ്ത്രീ പല ഗേൾസിനോടും തിരക്കി. അപ്പോൾ ഇതൊരു അന്വേഷണമാ, ഹണി പറഞ്ഞു. വീണ മിണ്ടാനാവാതെ ഇരുന്നു. ഹോസ്റ്റലിൻ്റെ ഓഫീസിൽ ചെന്ന് അവർ എൻ്റെയും ഹണിയുടെയും മൊബൈൽ നമ്പറും അഡ്രസ്സും ഒക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വിളിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കാണാനോ ആണ്. നിത്യ, നമ്മളോട് അവർ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഒരുപോലത്തെ ആൻസേഴ്സേ പറയാവൂ. പരസ്പര വിരുദ്ധമായാൽ അവർക്ക് സംശയമുണ്ടാകും, ഹണി പറഞ്ഞു. അത് നേരാ. വീണയുടെ അച്ഛൻ 2-3 തവണ അവളെ ഹോസ്റ്റലിൽ കാണാൻ വന്നിട്ടുണ്ടെന്നും പുള്ളിക്ക് തമിഴ്നാട്ടിലെ മധുരയിൽ വേറെ ഫാമിലി ഉണ്ടെന്നും അവൾ അങ്ങോട്ടാണ് പോയതെന്നും പറയണം. അത് ഞാനേറ്റു. നമ്മൾ പുള്ളിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ? നമ്മൾ കണ്ടിട്ടില്ല. അച്ഛനെ നമുക്ക് പരിചയപ്പെടുത്താൻ എന്തുകൊണ്ടോ അവൾ ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ ജയിൽ പുള്ളി ആയതുകൊണ്ടായിരിക്കും എന്ന ലൈനിൽ സംസാരിച്ചാൽ മതി. ഓക്കെ, വേറെന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. വീണ, നീ പേടിക്കുകയൊന്നും വേണ്ട, ഞങ്ങളില്ലേ നിന്റെ കൂടെ, നിത്യ ആശ്വസിപ്പിച്ചു. വീണ തളർച്ചയോടെ ഡൈനിങ് ടേബിളിൻ്റെ കസേരയിലേക്ക് ഇരുന്നു. എന്നെ അയാൾ കണ്ടുപിടിക്കുമെടി, അവൾ കരഞ്ഞു. നീ സമാധാനമായിട്ടിരിക്കെ, നിന്നെ ആർക്കും ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, ഹണി അവളുടെ ചുമലിൽ കൈവച്ചു. പക്ഷെ രവീന്ദ്രൻ വന്ന് കണ്ടുപിടിച്ചാൽ വീണയെ അയാൾ കൊണ്ടുപോകാതിരിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. തൃശ്ശൂരെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് രവീന്ദ്രൻ്റെ തലയിൽ ഒരു പുതിയ ചിന്ത ഉദിച്ചത്. നിത്യയുടെ വീട് കൊടുങ്ങല്ലൂരല്ലേ? ഇന്ന് തന്നെ അവളെ ചെന്ന് കണ്ട് സംസാരിച്ചാലോ? അയാൾ ചോദിച്ചു. മണി ഇപ്പം എത്രയായെന്നറിയാമോ? 5:30 കഴിഞ്ഞു. പരിചയമില്ലാത്ത വീട്ടിൽ രാത്രിയിൽ ചെന്ന് കയറണോ? പത്മിനി ചോദിച്ചു. അവൾ പറഞ്ഞതും ശരിയാണെന്ന് അയാൾക്ക് തോന്നി. ആലുവയിൽ ചെല്ലുമ്പോൾ തന്നെ 7 മണി കഴിയും. അവിടുന്ന് 1 മണിക്കൂറെങ്കിലും വേണ്ടിവരും കൊടുങ്ങല്ലൂർക്ക്. അല്ല, ഇന്ന് ഹരിപ്പാട് ചെന്നിട്ട് വീണ്ടും ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വരണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ. എങ്കിൽ പിന്നെ ഇന്ന് വീട്ടിൽ പോകണ്ട ചേട്ടാ. രവീന്ദ്രൻ തല തിരിച്ച് പത്മിനിയെ ഒന്ന് നോക്കി. അവളെ കൊണ്ട് അക്കാര്യം പറയിക്കാൻ വേണ്ടിയായിരുന്നു അയാൾ അങ്ങനെ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ആലുവയിൽ ചെന്ന് ഹോട്ടലിൽ റൂം എടുക്കുന്നു. നാളെ രാവിലെ കൊടുങ്ങല്ലൂരിൽ ചെന്ന് നിത്യയെ കണ്ട് സംസാരിക്കുന്നു. രഹസ്യങ്ങൾ ചോർത്തുന്നു. ആലുവ ടൗണിലെത്തിയപ്പോൾ ആദ്യം കണ്ട ഹോട്ടലിൽ അയാൾ ഒരു AC ഡബിൾ റൂം എടുത്തു. 2nd ഫ്ലോറിലായിരുന്നു മുറി. പത്മിനി ആദ്യമായിട്ടായിരുന്നു അത്തരം വലിയ ഒരു ഹോട്ടലിൽ താമസിക്കുന്നത്. കാർപ്പറ്റ് വിരിച്ച തറയും കിങ് സൈസ് കട്ടിലും AC-യുടെ കുളിർമയും അവൾക്ക് പുതുമയായിരുന്നു. എനിക്കൊന്ന് കുളിക്കണം ചേട്ടാ, അവൾ പറഞ്ഞു. എങ്കിൽ നീ കുളിക്ക്, അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചോളാം. പത്മിനി ഒരു ലജ്ജയുമില്ലാതെ വസ്ത്രങ്ങൾ അഴിച്ച് കസേരയിലേക്കിട്ടിട്ട് ബാത്റൂമിൽ കയറി വാതിലടച്ചു. രവീന്ദ്രൻ സൂട്ട് കേസ് തുറന്ന് മുണ്ടും ഷർട്ടും വിസ്കി കുപ്പിയും സിഗരറ്റ് പാക്കറ്റും എടുത്ത് വെളിയിൽ വെച്ചു. AC റൂം ആയതുകൊണ്ട് പുകവലിക്കാനായി അയാൾ സിഗരറ്റുമായി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇടനാഴിയിൽ നിന്നുകൊണ്ട് ലൈറ്റർ എടുത്ത് അയാൾ സിഗരറ്റിന് തീ പിടിപ്പിച്ചു. അപ്പോഴാണ് തൊട്ടടുത്ത വാതിൽ തുറന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങിയത്. ആ ലൈറ്റർ ഒന്ന് തരാമോ പ്ലീസ്, അയാൾ ചോദിച്ചു. രവീന്ദ്രൻ ലൈറ്റർ കൊടുത്തു. അയാൾ ചുണ്ടിൽ വെച്ച സിഗരറ്റിന് തീ പിടിപ്പിച്ചു. താങ്ക്സ്. അയാളെ മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് രവീന്ദ്രന് തോന്നി. വീട് ഹരിപ്പാടാണോ? അല്ല, തിരുവനന്തപുരത്താണ്, അയാൾ പറഞ്ഞു. പേരെന്താണ്? എന്നിട്ടും രവീന്ദ്രൻ്റെ സംശയം മാറിയില്ല. വിൽസൺ, അയാൾ പറഞ്ഞു. രവീന്ദ്രൻ അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അടുത്ത ഭാഗം നാളെ.